ഹലോ ഗൈസ്, ഒരു ചെറിയ റീൽ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മുടെ എയ്ച്ചറാണിത്. എയ്ച്ചറിൻ്റെ ഡാഷ്ബോർഡ്, ഇത് ഫോഗ് ലാമ്പ്. ഇത് നമ്മുടെ ഈ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട സ്വിച്ചാണിത്. ഇത് എക്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്കോ മോഡ് ഡ്രൈവിങ്ങിൽ നമ്മൾ ലോഡ് ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മുടെ റോഡ് സൈലൻ്റ് ആയിട്ടുള്ള, നമ്മളിപ്പം വലിയ തിരക്കൊന്നും ഇല്ലാത്ത നിരന്ന റോഡിൽ സഞ്ചരിക്കാനാണ് എക്കോ മോഡ് ഇടുന്നത്. പിന്നെ വളരെ സൈലൻ്റായിട്ട് വാഹനം ഓടിച്ചു പോവുകയാണെങ്കിൽ, ലോഡൊന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ നിരന്ന റോഡാണ്, എതിരെ വാഹനമൊന്നും വരുന്നില്ലാത്ത റോഡാണെങ്കിൽ എക്കോ പ്ലസ് ഇടാം. ഇത് പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ മോഡാണ്, അതെല്ലാവർക്കും അറിയാവുന്നത്. ഇതിനകത്ത് AC ഉണ്ട്, IAC ഉണ്ട്. ഇപ്പം ഇത് അറിയാമല്ലോ, സ്റ്റീരിയോ. പിന്നെ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത്, ഇപ്പം നമ്മൾ ഈ ലിവർ പിന്നെ താഴോട്ട് മേലോട്ട് ആക്കുകയാണെങ്കിൽ 4 സൈഡ് ഇൻഡിക്കേറ്റർ കിട്ടും. പിന്നെ ഇത് വൈപ്പർ. പിന്നെ ഇതിനകത്ത് ഹെഡ്ലൈറ്റ് ഉണ്ട്, പാർക്കുണ്ട്. അത് പാർക്കും ഹെഡ്ലൈറ്റും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന തരത്തിലൊക്കെയാണ് ഈ സാധനം. ലിവർ, റൈറ്റ് സൈഡിലുള്ള ലിവർ. നമുക്ക് പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗിയർ സിസ്റ്റം, പിന്നെ റിവേഴ്സും ഫസ്റ്റ് നേരെ താഴോട്ട്, പിന്നെ അത് റിവേഴ്സ് ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ, ലോഡൊന്നും ഇല്ല എങ്കിൽ വണ്ടി ഓട്ടത്തിൽ ഫസ്റ്റ് ഇട്ട് വണ്ടി നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇട്ട് എടുക്കണമെന്നില്ല. ലോഡ് ഉണ്ടെങ്കിൽ തന്നെയും സെക്കൻഡ് ഇട്ട്, നിരന്ന റോഡുകളിൽ സെക്കൻഡ് ഇട്ട് തന്നെ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എപ്പോഴും വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇടണമെന്നില്ല, സെക്കൻഡിലും വണ്ടി മൂവ് ആവും, വണ്ടി ഇടിച്ച് നിൽക്കത്തില്ല. പിന്നെ ഇത് എയർ ബ്രേക്കാണ്. എയർ ബ്രേക്ക് പിടിച്ചിടാം. എയർ ബ്രേക്ക് റിമൂവ് ചെയ്യുന്ന മേലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എയർ ബ്രേക്ക് റിലീസാവും. പിന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡിലുള്ള സിസ്റ്റമാണ് ഇത്. BS6 ആയതുകൊണ്ട് ഇത് ഓണാക്കി തിരിച്ച് വന്നതിന് ശേഷമേ നമ്മൾ എൻജിൻ സ്റ്റാർട്ടാക്കാവൂ. പിന്നെ ഇതിൽ റെഡ് ബ്ലൂ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. റെഡ് ബ്ലൂ കുറയുവാണെങ്കിൽ അത് എൻജിനെ ബാധിക്കും. അത് നമ്മൾ വർക്ക്ഷോപ്പിൽ കാണിക്കണം. ഇതിനെല്ലാം എംബ്ലം, എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഉടനെ എംബ്ലം കത്തും. ഇതിപ്പോൾ ഇതിനകത്ത് ഡീസൽ വളരെ കുറവാണ്. നമ്മൾ ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്തിരിക്കുക, രാത്രിയായി. ഡീസൽ തീർന്നു പോയത് നല്ല വലിയ തിരക്കായതുകൊണ്ട്, ചെന്നൈയിലെ തിരക്കിൽപ്പെട്ട് നമുക്ക് ഡീസൽ അടിക്കാൻ പറ്റിയില്ല. പക്ഷെ ഒരു കാരണവശാലും ഈ എയ്ച്ചറിനകത്ത് ഇങ്ങനെ കാൽഭാഗം ഡീസലാക്കി ഇടരുത്. അത് ഇതിൻ്റെ ഓയിൽ പമ്പിനെ ബാധിക്കും. ഓയിൽ പമ്പ് പിന്നെ കംപ്ലൈൻ്റ് ആവും. അതിനകത്ത് കരി കയറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ യാതൊരു കാരണവശാലും ഓയിൽ പമ്പ് ഏകദേശം 20,000 30,000 രൂപ വില വരും. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആവുന്ന തരത്തിലേക്ക് ഡീസൽ ഇത്രത്തോളം താഴെ കൊണ്ടുപോകരുത്. അപ്പം ഇങ്ങനെ വന്നു പോയി, ഇനി അങ്ങനെ വരാൻ പാടില്ല. നമ്മുടെ സ്വന്തം വാഹനത്തിലൊന്നും അങ്ങനെ പാടില്ല. ഇതിപ്പം നമ്മളൊരു കമ്പനിയുടെ വാഹനമാണ്. അപ്പോൾ ആ കമ്പനിയുടെ അറിവോടെ നമുക്ക് ഡീസൽ അടിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും അങ്ങനൊരു സംഭവം വന്നത്. ഇതൊക്കെയാണ്. നമുക്ക് പിന്നെ 2 സൈഡ് മിററുണ്ട്. സൈഡ് മിററിൽ ഇടത്തെ സൈഡിലാണെങ്കിൽ നമ്മുടെ ഇടത്തെ സൈഡിൽ ഫ്രണ്ട് ക്യാബിൻ്റെ സൈഡിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണത്തക്ക രീതിയിലുള്ള ഒരു മിറർ വെച്ചിട്ടുണ്ട്.
കൊടുത്തിരിക്കുന്നത്. അതാണ് മിറർ. സൈഡിൽ 2 മിററുണ്ട്. പിന്നെ മുകളിൽ ഡോറിൻ്റെ താഴെ ആരെങ്കിലും വന്ന് നിന്ന് കഴിഞ്ഞാൽ കാണത്തക്ക രീതിയിൽ നമുക്ക് സൈഡ് മിററിൽ കൂടെ പുറവശവും കാണാം, മുൻവശവും കാണാം. അതിൻ്റെ ഫ്രണ്ട് ക്യാബിൻ്റെ ഭാഗം വരെ കാണത്തക്ക രീതിയിലാണ് മിറർ സംവിധാനം കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലാണ് അതിൻ്റെ രീതികൾ, ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ. കാല് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എയ്ച്ചർ 80-90 കിലോമീറ്റർ സ്പീഡിൽ വരെ ഓടിക്കാം. ആ ഒരു രീതിയിലാണ് ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഗൈസ്.